അന്വേഷിക്കുന്നവനെ ദൈവത്തിന് വളരെ ഇഷ്ടമാണ്. അന്വേഷിക്കുന്നവനെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അന്വേഷിക്കുന്നവനെ കർത്താവ് സൂക്ഷിച്ചു നോക്കുന്നു. അന്വേഷിക്കുന്നവനെ കർത്താവ് സൂക്ഷിച്ചു നോക്കുന്നു. അവൻ്റെ അന്വേഷണം എന്തിനെക്കുറിച്ചാണെന്നും ഏതിനെക്കുറിച്ചാണെന്നും ദൈവം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ദൈവത്തിന് പ്രസാദകരമായ ഒരു അന്വേഷണം നടത്തുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ തൻ്റെ വിശുദ്ധ ദൂതന്മാരെ കൂടെ അപ്പോയിൻ്റ് ചെയ്തു കൊടുക്കുന്നു. നിങ്ങൾ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം അന്വേഷിക്കുന്ന, ആരായുന്ന, തിരയുന്ന, പരിശോധിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾക്ക് സപ്പോർട്ടിനായി സപ്പോർട്ടിംഗ് ഏഞ്ചൽസിനെ ദൈവം ആക്കിത്തരും. ഞാനും നിങ്ങളുമൊക്കെ ഒരു ഗവൺമെന്റിന്റെ ഭാഗമാണ്. ഒബ്വിയസ്ലി നമ്മൾ താമസിക്കുന്ന രാജ്യത്തിലെ ഗവൺമെന്റിന്റെ ഭാഗമാണ്. എന്നാൽ ദൈവമക്കൾക്ക് സ്വർഗീയ ഗവൺമെന്റിന്റെ ഭാഗമാകാൻ, പൗരന്മാരാകുവാൻ കർത്താവ് അവകാശവും അധികാരവും കൊടുത്തിരിക്കുന്നു. എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാനൊരു സ്വർഗീയ ഗവൺമെന്റിന്റെ ഭാഗമാണ്? യെസ്, സ്വർഗീയ ഗവൺമെന്റിന്റെ ഭാഗമായ ഓരോ പുരുഷനും സ്ത്രീയും ആ ഗവൺമെന്റിന്റെ നിയമങ്ങളെയും ആ ഗവൺമെന്റിന്റെ തീരുമാനങ്ങളെയും ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം നാം പഠിക്കുന്ന സമയം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണാം: കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. ഈ വെളിച്ചത്തിൽ നടക്കുന്നവന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, അവന്റെ മുമ്പിൽ സ്ട്രഗിൾസ് ഇല്ല. എനിക്ക് വചനം വായിച്ചിട്ട് എനിക്ക് അങ്ങനെയാണ് പറയാൻ പറ്റുന്നത്. വെളിച്ചത്തിൽ നടക്കുന്നവന്റെ മുമ്പിൽ സ്ട്രഗിൾസ് ഇല്ല. വെളിച്ചത്തിൽ നടക്കുന്നവന്റെ മുമ്പിൽ തട്ടി വീഴാനുള്ള സാധനമില്ല. ആ സാധനം അവിടെ ഉണ്ടെങ്കിലും അവൻ തട്ടി വീഴത്തില്ല. വെളിച്ചത്തിൽ നടക്കുന്നവന്റെ മുമ്പിൽ കുഴിയില്ല. വെളിച്ചത്തിൽ നടക്കുന്നവന്റെ മുമ്പിൽ ബന്ധനമില്ല. വെളിച്ചത്തിൽ നടക്കുന്നവന്റെ മുമ്പിൽ ചങ്ങലയില്ല, കയറുകളില്ല. അവനെ തടയാൻ പറ്റുന്ന ഒരു പോസ്റ്റും ഇല്ല. കാര്യം എന്താ? ഇല്ല എന്ന് പറയാൻ കാരണം, വെളിച്ചത്തിൽ നടക്കുന്നവൻ അതിനെ ഒഴിഞ്ഞു പോകുവാൻ കഴിയും. വെളിച്ചത്തിൽ നടക്കുന്നവനെ ഒഴിഞ്ഞു പോകുവാൻ കഴിയും. നിങ്ങൾ വെളിച്ചത്തിൽ നടക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾ കണ്ണ് തുറന്ന് നടക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾ നടക്കുന്ന സമയം നിങ്ങൾ പല ഭാഗത്തേക്ക് നോക്കുന്ന വ്യക്തിയാണ്. എന്നാൽ നിങ്ങൾ നോക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഇടയ്ക്ക് നിങ്ങളുടെ നടപ്പാതയിലും നിങ്ങൾ നോക്കും. നിങ്ങൾ മുമ്പിലോട്ട് നടക്കുന്നു, നിങ്ങൾ വശങ്ങളിലേക്ക് നോക്കുന്നു, കടകളിലേക്ക് നോക്കുന്നു, ഉടനെ തന്നെ നിങ്ങൾ തറയിൽ നോക്കുന്നു, വീണ്ടും നിങ്ങൾ വശങ്ങളിലേക്ക് നോക്കുന്നു, വീണ്ടും നിങ്ങൾ തറയിൽ നോക്കുന്നു. നിങ്ങളുടെ നടപ്പാത അതെന്താ? നിങ്ങൾക്ക് ഫുഡ് സ്റ്റെപ്പ് വെക്കാൻ അറിയാത്തത് കൊണ്ടാണോ നിങ്ങൾ തറയിലേക്ക് നോക്കുന്നത്? അതോ നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറി പോകാൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണോ നിങ്ങൾ നോക്കുന്നത്? നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറി പോകേണ്ടത് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് ഒഴിഞ്ഞു മാറി പോകണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത്. ഒരിക്കലും നിങ്ങൾ ഇരുട്ടത്ത് ഈ പണി ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇരുട്ടത്ത് നിങ്ങൾ ഈ പണി ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങൾ വെളിച്ചത്തിലേ ഈ പണി ചെയ്യത്തുള്ളൂ. ഇനി ഇരുട്ടാണെങ്കിൽ നിങ്ങൾ വെളിച്ചം വരുത്തിയതിന് ശേഷവും ഇതേ ചെയ്യത്തുള്ളൂ. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. ഞാൻ ആത്മാവിൽ ഈ കാര്യം കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ ഇറങ്ങിയിട്ട് ശരിയാം വണ്ണം നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്തതുപോലെ ആണെങ്കിൽ, എത്ര കണ്ണു തുറന്നിട്ടും കാഴ്ച പ്രാപിക്കാൻ കഴിയാതെ, എത്ര തല നിവർത്തി വെച്ചിട്ടും നിങ്ങൾക്ക് തല നിവർത്തി വെക്കാൻ കഴിയാതെ, എത്ര ശ്രദ്ധിച്ചിട്ടും നിങ്ങൾക്ക് നേരെ മുൻപോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിൽ ഇരുട്ടത്ത് തപ്പിത്തടയുന്ന ആരെങ്കിലും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നു എങ്കിൽ ദൈവം നിന്നെ വെളിച്ചത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. കാരണം നിന്റെ അന്വേഷണത്തിൽ എൻ്റെ ദൈവത്തിന് പ്രസാദം തോന്നിയിരിക്കുന്നു. നിന്റെ അന്വേഷണത്തിൽ എൻ്റെ ദൈവത്തിന് പ്രസാദം തോന്നിയിരിക്കുന്നു. നീ പല നാൾ കൊണ്ട് അന്വേഷിക്കുന്നു, എനിക്ക് എങ്ങനെ ഈ ബന്ധനം പൊട്ടിച്ചു
സമർപ്പിച്ചു പുറത്തു വരാം. നീ പല നാൾ കൊണ്ട് അന്വേഷിക്കുന്നു, എനിക്കെങ്ങനെ ഈ ഒരു കയറിനെ പൊട്ടിക്കാം, എനിക്കെങ്ങനെ ഈ പോരാട്ടത്തെ ജയിക്കാം, എനിക്കെങ്ങനെ ജയകരമായി ജീവിക്കാം, എനിക്കെങ്ങനെ കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം, എനിക്കെങ്ങനെ പരിശുദ്ധാത്മ ഹിതം ചെയ്യാം, എനിക്കെങ്ങനെ ദൈവമകനാകാം, എനിക്കെങ്ങനെ ദൈവമകളാകാം, എനിക്കെങ്ങനെ ദൈവപ്രസാദം നേടാം, എനിക്കെങ്ങനെ ആത്മീയമായി ഈ വിഷയത്തിനൊരു വിടുതൽ കൊണ്ടുവരാം. നിന്റെ അന്വേഷണത്തിന് എൻ്റെ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. നിന്റെ അന്വേഷണത്തിന് എൻ്റെ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. നിന്റെ അന്വേഷണത്തിന് എൻ്റെ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. നീ കർത്താവിന്റെ പ്രസാദം അന്വേഷിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു പടിയുടെ കയറി പറയാ, നിന്റെ നടപ്പിൽ കർത്താവ് പ്രസാദിച്ചാൽ നിന്റെ നടപ്പിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പിരിറ്റും ഈ വേൾഡിലും ഇല്ല, അന്യഗ്രഹത്തിലും ഇല്ല. ധൈര്യമായിട്ട് ആമേൻ പറയാം. നിന്റെ നടപ്പിൽ ദൈവത്തിന് പ്രസാദമുണ്ടെങ്കിൽ, ശ്രദ്ധിച്ചോ, ഒരുപക്ഷെ നിങ്ങളുടെ നടപ്പിൽ മറ്റു പലർക്കും പ്രസാദം കാണത്തില്ല. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന വിശ്വാസം മറ്റു പലർക്കും വിശ്വാസം കാണത്തില്ല, പ്രസാദം കാണത്തില്ല. നിങ്ങളുടെ രീതികളും നിങ്ങളുടെ ഇഷ്ടങ്ങളും മറ്റു പലർക്കും ഇഷ്ടം കാണത്തില്ല. അവരുടെ ഇഷ്ടത്തിന് നീ വഴങ്ങാത്തത് കൊണ്ട് നിന്റെ ഇഷ്ടത്തെ അവർക്ക് ഇഷ്ടപ്പെടാൻ പറ്റത്തില്ല. പക്ഷേ നിന്റെ തെരഞ്ഞെടുപ്പിനെ എൻ്റെ ദൈവം പ്രസാദിച്ചുവെങ്കിൽ, നിന്റെ തീരുമാനം എൻ്റെ ദൈവത്തിന് പ്രസാദമാണെങ്കിൽ, നിന്റെ ഡിസിഷൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചാണ് നീ ചെയ്തതെങ്കിൽ, അവന്റെ പ്രസാദം നേടിയിട്ടാണ് നീ ഇന്നത്തെ ജീവിതം ഈ രീതിയിൽ ജീവിക്കുന്നതെങ്കിൽ, ആത്മാവിൽ ഞാൻ കൈമാറുകയാണ്, നീ നടക്കാനുള്ള വഴിയെ ബ്ലോക്ക് ചെയ്യാൻ ഈ ഭൂമിയിലും ഇല്ല, ഇവിടുന്ന് മേളിലേക്ക് പോയാൽ അവിടെയുമില്ല ഒരു ദുരാത്മാക്കൾ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ഭൂമിയെ വാഴുന്നു എന്ന് പറയുന്ന ഒരു ദുർശക്തിക്കും നീ നടക്കേണ്ട വഴിയെ ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് ഈ ഭൂമിയിലെ ദൈവമാണെന്ന് പറയുന്ന ഒരു ശക്തിക്കും, ആമേൻ, ഇന്ന് ഈ ഭൂമിയെ വാഴുന്നത് വേറൊരു സ്പിരിറ്റ് ആണെന്ന് പറയുന്ന ഒരു ശക്തിക്കും നീ നടക്കേണ്ട വഴിയെ ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. നിന്നെ ദൈവം അപ്പോയിന്റ് ചെയ്തതാണെങ്കിൽ, നിന്നെ ദൈവം കണ്ടതാണെങ്കിൽ, നിന്റെ വഴി ദൈവത്തിന് പ്രസാദകരമാണെങ്കിൽ, നിന്റെ ശത്രുക്കളെ പോലും നിന്നോട് ഇണക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ആരുടെയൊക്കെയോ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. ഒരുവന്റെ വഴി യഹോവയ്ക്ക് പ്രസാദകരമാണെങ്കിൽ അവനവന്റെ ശത്രുക്കളെ പോലും അവനോട് ഇണക്കി ചേർക്കുന്നുവെന്ന് സദൃശവാക്യം പറയുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തെ, ഇന്ന് നിനക്ക് ശത്രുക്കൾ കാണും, ഇന്ന് നിനക്ക് മിത്രങ്ങൾ കാണത്തില്ല. ശത്രുക്കളുടെ എണ്ണത്തിന്റെ അത്ര മിത്രങ്ങളുടെ എണ്ണം കാണത്തില്ല. ഞാൻ ആത്മാവിൽ കൈമാറാം, നീ ദൈവത്തിന്റെ പ്രസാദം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാത്തൊരു വ്യക്തിയാണെങ്കിൽ, ഒരു മനുഷ്യന്റെ പ്രസാദത്തിനു വേണ്ടി നീ ദൈവ നിയമത്തെ വളച്ചൊടിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ, നീ ദൈവപ്രസാദം നേടുന്നത് കൊണ്ടും തേടിയത് കൊണ്ടും തന്നെ ശത്രുക്കളെ പോലും നിന്റെ മുമ്പിൽ മിത്രങ്ങളാക്കി തീർക്കുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ഈ ആണ്ടിൽ വെളിപ്പെടാൻ പോകുകയാണ് എന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് അറിയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. റഖമോ ശഖായബ, റഖമോ യഖമ ശന്തലബ. നടന്നുകൊള്ളുവിൻ. പരിശുദ്ധാത്മാവ് പറയുക, ഇതാരോടോ ഞാൻ ദൈവാത്മാവിൽ കൈമാറുകട്ടെ. നടന്നുകൊള്ളുവിൻ, നടന്നുകൊള്ളുവിൻ. നീ മുമ്പോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് പറയുക, കുഞ്ഞെ, നീ ഇനി ഇത് ഡ്രോപ്പ് ഔട്ട് ചെയ്യണോ? നീ ഡ്രോപ്പ് ഔട്ട് ചെയ്യണോ? ഈ വിശ്വാസ ജീവിതം ഡ്രോപ്പ് ഔട്ട് ചെയ്യണോ? വിടണോ? വിട്ടേച്ചു പോണോ? നിർത്തണോ? ഇനി ഇവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോകണോ? ഇനി വേറെ ഏതെങ്കിലും മറ്റ് ഡിനോമിനേഷനിലേക്ക് തിരിയണോ? വന്നിടത്തേക്ക് തിരിച്ചു പോകണോ? നോ, നടന്നുകൊള്ളുവിൻ, നടന്നുകൊള്ളുവിൻ, നടന്നുകൊള്ളുവിൻ. നീ മുമ്പോട്ട് പോകുക. അല്ല, ഞാൻ ഇതിൽ നിന്നിട്ട് എനിക്ക് ഇത്ര പ്രശ്നമെന്ന് പറയുന്നുവെങ്കിൽ നീ മുൻപോട്ട് പോകുക, നീ മുൻപോട്ട് പോകുക. ഇതിൽ നിന്നിട്ടും എനിക്കൊരു വ്യത്യാസമില്ല എന്ന് പറയുന്നെങ്കിൽ നീ മുൻപോട്ട് പോകുക. നീ ദൈവത്തോട് ചോദിച്ചാണ് ചില തീരുമാനങ്ങൾ എടുത്തത് എങ്കിൽ നീ മുൻപോട്ട് പോകുക, മുൻപോട്ട് പോകുക. നീ നടക്കുന്നത് വെളിച്ചത്തിലാ. തട്ടി വീഴണമായിരുന്നെങ്കിൽ നീ ഇന്ന് അനുഭവിക്കുന്നതൊന്നും അല്ല, നീ തട്ടി വീണ് നിന്റെ ചാപ്റ്റർ ക്ലോസ് ആകണമായിരുന്നു. നിന്റെ ചാപ്റ്റർ ക്ലോസ് ആയില്ലല്ലോ, അപ്പൊ നീ തട്ടി വീണിട്ടില്ല. വഴിയിൽ ചിലത് നിന്റെ കാലെ പിടിക്കുന്നു, നീ മുമ്പോട്ട് പോകാതിരിക്കാൻ. വഴിയിൽ ചിലത് നിന്റെ ഷർട്ടിൽ പിടിക്കുന്നു, നീ മുമ്പോട്ട് കുതിക്കാതിരിക്കാൻ.
നിന്നെ എന്തോ പുറകിലോട്ട് വലിക്കുന്നു, നീ മുമ്പിലോട്ട് ആഞ്ഞു പോകാതിരിക്കാൻ. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, നീ വെളിച്ചത്തിലാണോ, നീ മുമ്പോട്ടായ നടന്നുകൊള്ളുക. ഒരു പെർമിഷൻ എപ്പോഴും സ്പിരിച്വൽ റിലത്തിൽ കിടക്കും. വചനം വായിക്കുക, നടന്നു കൊൽവിൻ. നമ്മൾ പറയാ നടക്കാൻ പറ്റുന്നില്ല കർത്താവ്, എന്തുവായി പറയുന്നേ? കർത്താവ് പറയും നടന്നു കൊൽവിൻ. നോ, ഐ കാണ്ട്. എനിക്കൊരു സിംഗിൾ സ്റ്റെപ്പ് പോലും എനിക്ക് വെക്കാൻ പറ്റുന്നില്ലെങ്കിലോ, ഐ കാണ്ട് മൂവ് ഫോർവേഡ്. എനിക്ക് മുമ്പിലേക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിലോ, ഞാൻ പോകാൻ ആഗ്രഹിക്കാഞ്ഞിട്ടാണോ? കർത്താവ് പറയും നടന്നുകൊള്ളുവിൻ. സ്പിരിച്വൽ റിലത്തിൽ എപ്പോഴും ഒരു കൺസെന്റ് കിടക്കും, മുമ്പോട്ട് പോ. പക്ഷേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്, ശ്രദ്ധിക്കുന്നോ നിങ്ങൾ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് സ്ട്രഗിൾസിനകത്താണ് അവൻ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കോൺസെൻട്രേറ്റ് ചെയ്യുന്നതല്ല അതിന്റെ ശരിയായ വാക്ക്. അവനെ എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഈ ഭൂമിയിലെ കാര്യങ്ങളാണ്. അവൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പക്ഷെ സ്പിരിച്വൽ റിലത്തിൽ, ആത്മീയ മേഖലയിൽ എപ്പോഴും ഒരു കൺസെന്റ് കിടക്കും. Go forward, move forward. പക്ഷേ അത് അത്രയും സ്പിരിച്വാലിറ്റിയിൽ നിൽക്കുന്ന മനുഷ്യന് മാത്രമേ അതിൻ്റെ ആഴങ്ങളെ പിടിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ വീണ്ടും ആ വാക്യം വായിക്കാം. അത് തന്നെ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4:4. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായിട്ട് വിളിച്ചതുപോലെ. ഞാൻ അവിടെ ഒന്ന് അത്രേ മാത്രമേ വായിക്കുന്നുള്ളൂ, ആ വാക്യത്തിൽ നിന്ന് അത്രേ മാത്രമേ വായിക്കുന്നുള്ളൂ. എഫേസ്യർ 4:4 നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്ക് വിളിച്ചതുപോലെ. അവിടെ നിൽക്കുക. ഞാൻ അവിടെ നിർത്തിയിട്ട് നേരെ 5-ാമത്തെ വാക്യത്തിൽ വരിക. 5-ാമത്തെ വാക്യത്തിൽ കർത്താവിന് പ്രസാദമായത്, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5:9. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട്. എന്നെ വിളിച്ചത് സാത്താന്റെ ഇഷ്ടം ചെയ്യാനല്ല, എന്നെ വിളിച്ചത് അവൻ എൻ്റെ ഷർട്ടിൽ പിടിച്ചു, എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, ഞാൻ ആകെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാ. ഞാൻ ആരുടെ ഇഷ്ടമാണ് ചെയ്യുന്നത്? സാത്താന്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്. എന്താ? ഞാൻ മുമ്പോട്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചു കുതിച്ചുകൊണ്ടിരുന്നപ്പോ സാത്താൻ എനിക്ക് വിലക്ക് വെച്ചു, എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ആരുടെ ഇഷ്ടമാണ് ചെയ്തേ? സാത്താന്റെ ഇഷ്ടമാണ് ചെയ്തേ. പക്ഷെ സ്പിരിച്വൽ റിലത്തിൽ ഒരു കൽപ്പന കിടക്കുകയാണ്, മൂവ് ഫോർവേഡ്, മുൻപോട്ട് പോകുക. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ കാതുകളിൽ വന്ന് പറയുന്നു, മുൻപോട്ട് പോകുക. Go forward, move forward, go forward, move forward. Sharabaka moko shakatala bakayaba. കാരണം നിന്നെ ദൈവം വിളിച്ചത് ഏക പ്രത്യാശയ്ക്കായിട്ടാ. പ്രത്യാശയോടെ പോകാനാണ് വിളിച്ചത്, പ്രത്യാശയോടെ കാര്യങ്ങൾ ചെയ്യാനാണ് വിളിച്ചത്, പ്രത്യാശയോടെ മുമ്പോട്ട് പോകാനാണ് വിളിച്ചത്, പ്രത്യാശയോടെ പോകാനാണ് വിളിച്ചത്. ആമേൻ. സ്പിരിച്വൽ റിലത്തിൽ എപ്പോഴും ഒരു കൺസെന്റ് കിടക്കുന്ന എന്താന്ന് ചോദിച്ചാൽ, നമുക്ക് എപ്പോഴും ഒരു അപ്രൂവൽ ലെറ്റർ സ്പിരിച്വൽ റിലത്തിൽ കിടക്കും. പക്ഷെ അത് പിടിക്കണം. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി. മോനെ, ഈ പുറകിൽ കൈ വെക്കുമ്പോൾ തന്നെ നമ്മൾ ഇരുട്ടിലുള്ളവരായി മാറാം. am I right? ശരിയല്ലേ? കാരണം നമുക്കിപ്പം നമ്മൾ അന്യഭാഷയിലൊക്കെ പ്രാർത്ഥിച്ച് ശക്തി പ്രാപിച്ച് പ്രാർത്ഥനയുടെ മറുപടിയൊക്കെ കിട്ടി നമ്മളെ അസ്വസ്ഥപ്പെടുത്താത്ത രീതിയിൽ ഒരു ദിവസം മുമ്പോട്ട് പോയാൽ നമുക്ക് ആ ദിവസം ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് ആ ദിവസത്തോട് ഭയങ്കര പ്രണയം തോന്നും. പക്ഷേ അപ്രതീക്ഷിതമായി എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ വെളിച്ചത്തിലുണ്ടായിരുന്ന നമ്മൾ പെട്ടെന്ന് ഇരുട്ടിലുള്ളവരായി മാറും. ശരിയല്ലേ? കാരണം എന്താ? നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടെന്ന് പറയുന്നത് എന്നെ എല്ലാവരും അംഗീകരിക്കണമെന്നും എന്നെ എല്ലാവരും സ്നേഹിക്കണമെന്നും എന്നെ എല്ലാവരും കൈക്കൊള്ളണമെന്നും എല്ലാവരും എന്നെ സ്നേഹിക്കണമെന്നും എന്നെക്കുറിച്ച് എല്ലാവരും വിചാരപ്പെടണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ സ്വർഗത്തിൽ അങ്ങനെ അല്ല. സ്വർഗത്തിൽ അങ്ങനെ കാണാനും വേണ്ടി അതിനപ്പുറം വേറൊരു നിയമമില്ല. സ്വർഗത്തിൽ ഇങ്ങനെ
ഒരു പരിപാടി നടന്ന സമയത്താണ് സ്വർഗത്തിൽ നിന്ന് അവനെ വെട്ടി താഴെ ഇട്ടത്. അപ്പോൾ സ്വർഗം ഫ്രീ ആയി. സ്വർഗത്തിൽ ഇപ്പം ശല്യമില്ല. ഇപ്പം ശല്യം ഉണ്ടാക്കുന്നവൻ കിടക്കുന്ന സ്ഥലം ഇവിടെ. നമ്മൾ ഈ ശല്യം ഉണ്ടാക്കുന്നവൻ കിടക്കുന്ന സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഇവരിവിടെ പല നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ഇവരിവിടെ ദൈവരാജ്യത്തിൻ്റെ നിയമം മാത്രമല്ല, പല നിയമം കൊണ്ടുവന്നത് കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യുമ്പോഴാണ്, ഞാൻ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർ ചെയ്യുമ്പോഴാണ് എനിക്ക് സന്തോഷം, എനിക്കതൊരു അനുഗ്രഹം, എനിക്കതൊരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം. ഈ നിയമത്തെ, ഈ പ്രലോഭനത്തെ, ഈ ചിന്തയെ നീ ജയിക്കണം. ഈ ചിന്തയെ നീ ജയിക്കണം. യേശുക്രിസ്തുവിലേക്ക് ഞാൻ നിന്റെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. എന്തൊരടിപൊളി മെസ്സേജായിരുന്നു എന്ന് പറഞ്ഞപ്പോഴല്ല കർത്താവിന് വെളിപ്പാട് പൊട്ടിപ്പുറത്തു വന്നത്. ഈ പുള്ളിയുടെ മിനിസ്ട്രി എന്തൊരു മിനിസ്ട്രിയാ എന്ന് പറഞ്ഞപ്പോഴല്ല കർത്താവിന് ഭൂതശാന്തി ശുശ്രൂഷ ഇളകി വന്നത്. എന്തൊരു വലിയ ഉപദേശമാ പുള്ളിയുടേതെന്ന് പറഞ്ഞപ്പോഴല്ല കർത്താവിന് ഉപദേശിക്കാനുള്ള ചൂടുകൂടിയത്. നസറത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന ആദ്യത്തെ ചോദ്യം കർത്താവിനെ കുറിച്ചാണ് ചോദിച്ചത്. നസറത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഇടത്തു നിന്നാണ് നസറായനെ ദൈവം പൊക്കിയത്. ആരും വില വെക്കാത്ത ഒരു ഉൾഗ്രാമത്തിൽ നിന്നാണ് എൻ്റെ യേശുവിനെ കർത്താവ് തിരഞ്ഞെടുത്തത്. ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തടുത്തുനിന്ന് എൻ്റെ യേശുവിനെ വിളിച്ചു വരുത്തിയത്. ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുപോലെയാ എൻ്റെ യേശുവിനെ ദൈവം ജനിപ്പിച്ചത്. ഒരാൺസ്പർശനം പോലും ഇല്ലാത്ത നിലയിൽ, ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത നിലയിൽ ദൈവം അവനെ ജനിപ്പിച്ചു. നിന്റെ ജീവിതത്തിലും വാശി പിടിക്കരുത്. എല്ലാവർക്കും കൺവിൻസിങ് ആകുന്ന രീതിയിൽ ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെന്ന് കർത്താവ് പല രീതിയിലും ഒരു ഭക്തന്റെ ജീവിതത്തെ കടാക്ഷിക്കും. ഹല്ലേലൂയ. യേശുവിൻ്റെ മിനിസ്ട്രിയെ പലരും എതിർത്തു. ജ്ഞാനികൾ എതിർത്തു, തത്വചിന്തകന്മാർ എതിർത്തു, പണ്ഡിതന്മാർ എതിർത്തു, കുലീനർ എതിർത്തു, ആഭിജാത്യമുള്ളവർ എതിർത്തു, മുഖ്യാസനത്തിൽ ഇരിക്കുവാൻ യോഗ്യതയുള്ളവർ എതിർത്തു, ഗവൺമെന്റ് എതിർത്തു. എന്നിട്ട് പോലും ദൈവരാജ്യത്തിൻ്റെ ഗവൺമെന്റിൻ്റെ നിയമത്തിൽ നിന്ന് അവിടുന്ന് വിട്ടുമാറിയിട്ടില്ല. ആരുടെയും മുഖത്തിൻ്റെ പ്രസാദം യേശു നോക്കിയില്ല, എൻ്റെ ദൈവപ്രസാദം ഒഴികെ. പ്രിയപ്പെട്ട സുഹൃത്തെ, നിന്നെ പുറകിലേക്ക് വലിക്കുന്നു എന്ന് പറയുന്നത് മനുഷ്യനിൽ നിന്ന് നിന്റെ നേർക്ക് വരുന്നതിനെ കുറിച്ചല്ലേ പറയുന്നത്. നിന്നെ പുറകിലേക്ക് വലിക്കുന്നത് പലരുടെയും മുഖഭാവമല്ലേ. നിന്നെ പുറകിലേക്ക് വലിക്കുന്നത് പലരുടെയും വായിൽ നിന്ന് വരുന്ന വാക്കല്ലേ. നിന്നെ പുറകിലേക്ക് വലിക്കുന്നത് നിന്റെ കണ്ണുകൊണ്ട് കാണുന്ന ചില കാര്യങ്ങളല്ലേ. ആമേൻ. പലതും പുറകിലേക്ക് വലിക്കുന്നു എന്ന് പറയുന്നുവെങ്കിലും അത് നിന്റെ മുന്നിൽ വരുന്ന കാര്യങ്ങളല്ലേ. നിന്നെ പുറകിലേക്ക് വലിക്കുന്നു എന്ന് പറയുന്നത് നിന്റെ മുൻപിൽ നിൽക്കുന്ന കാര്യങ്ങളാകുമ്പോൾ അവിടം പോലും അടിസ്ഥാനപരമായി തെറ്റിച്ചുകൊണ്ട് പിശാച് നിന്നെ റോങ് ടീച്ചിങ് ചെയ്യുകയാണ്. നീ പുറകിലേക്ക് പോ, നിനക്ക് മുമ്പിലേക്ക് പോകാൻ പറ്റത്തില്ല. നിന്റെ മുമ്പിൽ നീ ഫേസ് ചെയ്യുന്നതാണ് നിന്നെ പുറകിലേക്ക് വലിക്കുന്നു, മുമ്പോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നത് എങ്കിൽ നീ നസറായന്റെ മുഖത്തേക്ക് നോക്ക്, നീ ദൈവപ്രസാദത്തിലേക്ക് നീ നോക്ക്, നീ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്ക്. അവിടുന്ന് എങ്ങനെ മുൻപോട്ട് പോയി? അവിടുന്ന് ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്ത 3.5 വർഷക്കാലം എങ്ങനെ മുമ്പോട്ട് പോയി? അവിടുന്ന് ഈ ഭൂമിയിലായിരുന്നു 33.5 തിരുവയസ്സ് വരെ എങ്ങനെ മുമ്പിലേക്ക് പോയി? മുൻപോട്ട് തന്നെ പ്രചോദിപ്പിക്കാൻ ആരുമില്ലായിരുന്നു, ഒരുത്തനുമില്ലായിരുന്നു. മുമ്പിലേക്ക് തന്നെ പറഞ്ഞുവിടാൻ ആരുമില്ലായിരുന്നു, ഒരുത്തനുമില്ലായിരുന്നു. തന്നെ മുമ്പിലോട്ട് പോകാൻ ഞാൻ കൂടെയുണ്ടെന്ന് പറയാൻ ആരുമില്ലായിരുന്നു, ഒരുത്തനുമില്ലായിരുന്നു. പക്ഷേ എൻ്റെ കർത്താവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച ആ സ്വർഗവും ആ ഗവൺമെന്റും കർത്താവിൻ്റെ ജനന മരണം വരെയും പുനരുത്ഥാനം വരെയും എൻ്റെ കർത്താവിനോട് കൂടെ ഇരുന്നത് കൊണ്ട് പുറകിലേക്ക് വലിച്ച ശക്തികളൊന്നും എൻ്റെ യേശുവിൻ്റെ വേഗതയെ ബാധിച്ചില്ല. പുറകിലേക്ക് തള്ളിയ ഒരു വാക്കുകളും എൻ്റെ യേശുവിനെ മലർത്തി അടിച്ചില്ല. തന്നെ മുമ്പോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് കുതികാൽ വെട്ടാൻ നിന്ന ഒരു മനുഷ്യൻ്റെയും പദ്ധതികൾ സമയത്തിനോ നാഴികയ്ക്കോ മുന്നിൽ എൻ്റെ യേശുവിൻ്റെ മേൽ പതിച്ചില്ല. എൻ്റെ യേശുവിനെ
ആയുധത്താൽ വകവരുത്തുവാൻ വേണ്ടി കാത്തിരുന്ന ആയുധങ്ങളുടെ മുനകളൊന്നും എൻ്റെ യേശുവിൻ്റെ ശരീരത്തിലേക്ക് സമയത്തിന് മുമ്പേ ബാധിച്ചില്ല. ഒരു സ്വർഗീയ ഗവൺമെന്റിന്റെ സംരക്ഷണത്തോടെ പോകാൻ കാരണം അവൻ വെളിച്ചത്തിലായിരുന്നത് കൊണ്ടാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇരുട്ടിനകത്തിരിക്കുന്ന ആരെയൊക്കെയോ കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ വലിച്ചെടുത്ത്, ഇരുട്ടിനകത്തുനിന്ന് വലിച്ചെടുത്ത് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയാണ്. കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് നിന്നെ ബാധിച്ചു എന്ന് പറയുന്ന ഒന്നും നിന്റെ വേഗതയെ തടയരുത് കുഞ്ഞെ. നീ ദൈവ സന്നിധിയിൽ ദൈവത്തെ കേട്ടിറങ്ങിയ ഒരു വ്യക്തിയല്ലേ? നീ ദൈവ ശബ്ദം കേട്ടിറങ്ങിയ ഒരു വ്യക്തിയല്ലേ? ദൈവം നിന്നോട് സംസാരിച്ച് നീ ഇറങ്ങിയതല്ലേ? മുൻപോട്ട് പോകുക, മുൻപോട്ട് പോകുക, മുൻപോട്ട് പോകുക. സകല ഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്പ്രവർത്തികളിൽ കൂട്ടാളികളാകരുത്. അവയെ ശാസിക്കത്രേ വേണ്ടത്. ആത്മമണ്ഡലത്തിൽ എപ്പോഴും മുൻപോട്ട് പോക എന്ന ഒരു ശബ്ദം കിടക്കുമ്പോ നിന്നെ സാഹചര്യത്തിന്റെ കൂടെ സാമ്യപ്പെടുത്തുന്ന ശബ്ദത്തിന്റെ കൂട്ടാളിയാക്കി മാറ്റുകയാണ് ഈ ലോകത്തിന്റെ ഭരണാധികാരി ചെയ്യുന്നത്. അവന്റെ ചിന്തയോടുകൂടെ നിന്നെ കൂട്ടാളിയാക്കുക. അവന്റെ ചിന്ത നിന്നോട് പറയും, ആ വ്യക്തിക്ക് നിന്നോടിപ്പം അത്ര പോരാ. നമ്മളും പറയും, ആന്നു എനിക്കും തോന്നി അവക്ക് ഇപ്പം എന്നോട് അത്ര പോരാ. ഈ ലോകത്തിന്റെ ഭരണാധികാരി പറയും, അവർക്കിപ്പോൾ ഇച്ചിരി ഹെഡ് വെയിറ്റാ. നിങ്ങളും പറയും, ആ പുള്ളിക്ക് ഇപ്പം ഇച്ചിരി ഹെഡ് വെയിറ്റാ. കൂട്ടാളിയാകരുത്. നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? നീ പോയി ചോദിച്ചു മനസ്സിലാക്കണം. നിന്റെ ഉള്ളു പറയുന്നത് കേട്ട് നീ വിശ്വസിക്കരുത്. ആത്മാവ് എല്ലാം പറഞ്ഞാൽ വിശ്വസിച്ചു, പക്ഷെ ആത്മാവാ പറയുന്നതെന്ന് ഓർക്കണം. അത് ദൈവത്തിന്റെ ആത്മാവാന്ന് ഉറപ്പും വരുത്തണം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് എൻ്റെ വിശ്വാസം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികളാകരുത്. അതിന് എന്ത് പ്രവൃത്തിയാണെങ്കിലും വെളിച്ചത്തെ അണച്ചു കളയുന്ന ഒരു പ്രവൃത്തിക്കും കൂട്ടാളിയാകരുത്. ഞാൻ ആകത്തില്ലെന്ന് പറഞ്ഞേ, അതിനെന്നെ കിട്ടത്തില്ലെന്ന് പറഞ്ഞേ, ആ പ്രവൃത്തിക്ക് എന്നെ കിട്ടത്തില്ല. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. ഞാനിതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ഗൂഢമായി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യർ കാണാതെ ചെയ്യുന്ന കാര്യം, മനുഷ്യർ കേൾക്കാതെ ചെയ്യുന്ന കാര്യം, മനുഷ്യർ അറിയാതെ ചെയ്യുന്ന കാര്യം, നമ്മുടെ ഉറ്റ സുഹൃത്തു പോലും അറിയാതെ നാം മറച്ചുവെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഗൂഢമായി ചെയ്യുന്നത്, നിഗൂഢമായി ചെയ്യുന്നത്, ആർക്കും പെട്ടെന്ന് പിടികിട്ടാത്ത രീതിയിൽ ഇരുട്ടത്ത് ചെയ്തിട്ട് വെളിച്ചത്ത് വന്ന് സിംബളനായി നിൽക്കുന്ന അവസ്ഥ. മക്കളെ, ഇരുട്ടത്ത് നീ ചെയ്തിട്ട് വെളിച്ചത്ത് വന്ന് പ്രൈസ് ദി ലോർഡ് പറഞ്ഞാലും വെളിച്ചങ്ങളുടെ പിതാവിന് ഇരുട്ടൊരു ഇരുട്ടേ അല്ല. നിന്നെ വെളിച്ചത്തിന്റെ പ്രവർത്തിക്കാ ദൈവം വിളിച്ചേ. നിന്നെ വെളിച്ചത്തിന്റെ പുത്രീപുത്രനായിട്ടാ ദൈവം വിളിച്ചേ. നീ സാത്താനുമായി പങ്കുചേരുന്ന ഒരു പ്രവർത്തിക്കകത്ത് ഏതൊരു സെക്കൻഡിൽ നീ വീണു പോകുന്നുവോ, ആ സെക്കൻഡ് മുതൽ നീ ദൈവിക കൂട്ടായ്മയെ വിട്ട് അറിഞ്ഞോ അറിയാതെയോ സാത്താന്റെ കൂട്ടാളിയായി മാറുകയാണെന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനം, ലേഖനങ്ങളുടെ രാജ്ഞി എന്നാണ് അറിയപ്പെടുന്നത്. ലേഖനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന എഫേസ്യ ലേഖനം വെളിപ്പെടുത്തുമ്പോൾ അത് കേവലം ലേഖനങ്ങളുടെ രാജ്ഞിയുടെ വെളിപ്പെടുത്തലല്ല, ഇതിൻ്റെ രാജാവിൻ്റെ വെളിപ്പെടുത്തലാണ്. നീ വെളിച്ചത്തിൽ ജീവിച്ചിട്ട് ഇരുട്ടിൻ്റെ പ്രവൃത്തിക്ക് കൂട്ടാളിയാകുന്നു എങ്കിൽ നീ എത്ര പ്രൈസ് ദി ലോർഡ് പറഞ്ഞാലും, നീ എത്ര വിലയുള്ളവനായാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുട്ട് ഒരു ഇരുട്ടേ അല്ല. വെളിച്ചത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ആരൊക്കെയോ ഇന്ന് ഈ സന്ദേശം ആഴത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. വെളിച്ചത്തിൻ്റെ ആത്മാവിൽ ജീവിക്കുന്ന ആരൊക്കെയോ ഈ സന്ദേശം ആഴത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് ഇരുട്ടിൻ്റെ ഇരുട്ടറകളിൽ നിന്ന് ഇന്ന് ഈ മെസ്സേജിലേക്ക് വെളിച്ചത്തിൻ്റെ വാതിൽ തുറന്ന് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇരുട്ടിൻ്റെ ഇരുട്ടറയിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അവയെ ശാസിക്കുക. അപ്പോൾ ഒരു അധികാരത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ 3 കാര്യങ്ങൾ ഇതിനോടകം നമ്മൾ പറഞ്ഞു. ഒന്ന്, ആത്മമണ്ഡലത്തിൽ എപ്പോഴും നമുക്ക് ഒരു ഗ്രീൻ സിഗ്നൽ കിടപ്പുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും ഭൂമിയിൽ ജീവിക്കുന്നവരായതുകൊണ്ട് ആ ഗ്രീൻ സിഗ്നൽ പിടിക്കാൻ പറ്റുന്നില്ല. ഈ ലോകത്തിൻ്റെ
ദൈവം പറയുന്നത് പോലെ നമ്മൾ തിരിഞ്ഞു പോകുന്നു, അവനോട് കൂട്ടാളികളാകുന്നു, അവൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നു. മൂന്നാമത് വീണ്ടും പറയുന്നു, പക്ഷേ ഒരു ശാസിക്കാനുള്ള അധികാരം ഒരു ആത്മീയന്റെ ജീവിതത്തിലുണ്ട്. അവനെ ശാസിക്കണം. എന്നെ മുമ്പോട്ട് വിടത്തില്ലെന്ന് പറയുന്നവനെ ശാസിക്കണം. അപ്പൊ ശാസിക്കുക അത്രേ വേണ്ടത്. ഞാൻ ആത്മാവിൽ നിന്നോട് കൈമാറുകയാ. നിന്നോട് ദൈവം അറിയിച്ച അരുളപ്പാടുകൾക്ക് വിരോധമായി നിന്റെ മനസ്സിൽ വന്ന് സംസാരിക്കുന്ന ശബ്ദങ്ങളെ ശാസിക്കുക. നിന്നോട് ദൈവം അറിയിച്ച അരുളപ്പാടുകൾക്ക് വിരോധമായി നിന്റെ ജീവിതത്തിൽ തല ഉയർത്തി നിൽക്കുന്ന സർപ്പശക്തിയെ ശാസിക്കുക. നിന്നോട് ദൈവം അറിയിച്ച ആരോഗ്യത്തിന് വിരോധമായി നിന്നോട് സംസാരിക്കുന്ന ദുർശക്തിയെ ശാസിക്കുക. നിന്നോട് ദൈവം അറിയിച്ച പ്രവൃത്തികൾക്ക് വിരോധമായി നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഇരുട്ടിന്റെ ശക്തിയെ ശാസിക്കുക. റഖോമോ in the name of Jesus Christ. ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. അപ്പൊ ഇതെവിടെ എന്തൊക്കെയോ പ്രശ്നം. ഈ വാക്യം ഒരു ദൈവ പൈതലിലേക്ക് കഷ്ടപ്പെട്ടെത്തിക്കാൻ ശ്രമിക്കുകയാണ്. ബോധം വരുമെന്ന് എന്ന് പറഞ്ഞാൽ നിന്റെ ബോധത്തെ കെടുത്തണമെങ്കിൽ നിന്റെ പ്രശ്നത്തിന്റെ കാഠിന്യം വലുതാന്ന് നിന്നെ ഒന്ന് കൺവിൻസ് ചെയ്താൽ മതി. നിനക്ക് ദൈവത്തിലുള്ള ബോധം ഒന്ന് നശിക്കണമെങ്കിൽ, നിനക്ക് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒന്ന് പല്ല് കടിക്കണമെങ്കിൽ, ദൈവമുഖത്തേക്ക് നോക്കി പല്ല് കടിക്കണമെങ്കിൽ, ഒരു മെസ്സേജ് എങ്ങാനും യൂട്യൂബിൽ കാണണമെങ്കിൽ ഒന്ന് പല്ല് കടിക്കണമെങ്കിൽ, ബൈബിള് കാണുമ്പോൾ ഒന്ന് പല്ല് കടിച്ച് ദേഷ്യപ്പെടണമെങ്കിൽ, പ്രശ്നത്തിൻ്റെ കാഠിന്യം ഭയങ്കര വലുതാണെന്ന് നിന്നെ ഒന്ന് കൺവിൻസ് ചെയ്താൽ മതി. മക്കളെ, വെളിച്ചത്തിലേക്ക് വന്ന് പ്രശ്നത്തിലേക്ക് നോക്ക. ഇരുട്ടിലിരുന്ന് നീ പ്രശ്നത്തെ നോക്കിക്കഴിഞ്ഞാൽ ഈ നിങ്ങളുടെ അടുത്ത് കണ്ണടച്ച് വെക്കാൻ പറയുക. നിങ്ങളെ കണ്ണടച്ച് നിങ്ങൾക്ക് അറിയാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി എന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ആമസോൺ കാടുകൾക്കകത്താണ്. അപ്പം അവൻ പറയുന്നതല്ലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റൂ? എൻ്റെ കണ്ണ് അവൻ പൊത്തിപ്പിടിച്ചിരിക്കുമല്ലേ? ഞാൻ ആമസോൺ കാടുകൾക്കകത്താണ്. ഓക്കെ, ഇപ്പോൾ നീ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഞാനല്ലാതെ മറ്റാരുമില്ല. അപ്പോൾ വിശ്വസിക്കുകയാണ്, ശരിയാ, ഇവനല്ലേ എൻ്റെ കണ്ണ് പൊത്തിപ്പിടിച്ചേക്കുന്ന, ഇവനല്ലാതെ വേറെ ആരുമില്ല. ഇപ്പോൾ നിന്റെ മുമ്പിൽ നിൽക്കുന്നത് 10 പേരെ ചവിട്ടിക്കൊന്ന ഒരു വലിയ കൊമ്പനാണ്. പക്ഷേ ആ ആനയ്ക്ക് എന്നെ കാണാൻ പറ്റത്തില്ല എന്ന് നിന്റെ കണ്ണ് പൊത്തി വെച്ചേക്കുന്ന ആൾ പറയുവാണെങ്കിൽ വിചാരിക്കും, ശരിയാ, എൻ്റെ മുമ്പിൽ ഒരു വലിയ ആന, 10 പേരെ ചവിട്ടിക്കൊന്ന ആന എൻ്റെ മുമ്പിൽ നിൽക്കുക. കാരണം എൻ്റെ കണ്ണല്ലേ പൊത്തിയിട്ടുള്ളൂ, എന്നോട് പറയുന്നവൻ്റെ കണ്ണ് പൊത്തിയിട്ടില്ലല്ലോ. അവനെ ഒട്ട് ആനയ്ക്ക് കാണാനും പാടില്ല എന്ന് അവൻ പറയുകയും ചെയ്തു. ഈ ആന നിന്നെയും ചവിട്ടിക്കൊല്ലും എന്ന് പറഞ്ഞാൽ നിനക്ക് അവൻ പറയുന്നല്ലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. നിന്റെ കണ്ണ് പൊത്തി പിടിച്ചിരിക്കുകയല്ലേ. ഹല്ലേലൂയ. എടാ, നീ നിൽക്കുന്നത് ആമസോൺ കാടുകൾക്കകത്തല്ലെന്നും, നീ എൻ്റെ കണ്ണ് പൊത്തിയിട്ട് നീ എന്നെ ആമസോൺ കാട് വരെ എത്തിക്കാനുള്ള സമയം ആയില്ല എന്നും, ആനയുണ്ടെങ്കിൽ എടാ ആന എനിക്ക് കാണണമെന്നില്ല, ആന വരുമ്പോൾ ആനയുടെ മണമെങ്കിലും എനിക്ക് അടിക്കുമെന്നും നീ പറയുന്നതൊക്കെ വിശ്വസിക്കുക. ഞാൻ പൊട്ടനല്ല എന്നുള്ള സാമാന്യ ബോധം നമുക്കുണ്ടെങ്കിൽ, അപ്പം ആന വന്ന് ചവിട്ടണമെന്നൊന്നും ഇല്ലല്ലോ. ആന അടുത്ത് വരുമ്പോൾ തന്നെ നമുക്കറിയാം ആനയുടെ മണം ഉണ്ടാവുമല്ലോ എന്തായാലും. ഇതിപ്പോൾ ആനയെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാന്ന് തോന്നി ഇതിനകത്തിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എടാ, അവൻ നമ്മുടെ ഈ ശബ്ദം വരുമ്പോഴേ ഇതാരാ ഈ സംസാരിക്കുന്നത് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അവൻ പറയും ആന നിൽക്കുന്നു, ആനയുടെ കൂടെ വേറൊരു ആന, ഇപ്പം സിംഗപ്പൂരിൽ നിന്ന് വന്നൊരു ആന നിൽക്കുന്നു, മറ്റേ ആൾ 2 ചവിട്ട് ചവിട്ടുമ്പോൾ ചാവുന്നിടത്ത് ഇയാൾ 1 ചവിട്ട് ചവിട്ടിയാൽ നമ്മൾ ചാകുമെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കേണ്ടി വരും. പക്ഷെ ദൈവം നിന്നോട് അരുളി ചെയ്തതിനപ്പുറം വേറൊരു ശബ്ദത്തിന് നിന്റെ ജീവിതത്തിൽ ഇടം കൊടുക്കരുത്. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അതാ വചനം പറയുന്നത്. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. കണ്ണടച്ചിരുന്നാലും ബോധം വരും ആത്മീയനാണെങ്കിൽ. കർത്താവിന്റെ പുറകിൽ വന്ന് നിന്ന് കർത്താവിനെതിരെ പിറുപിറുത്തപ്പോ യേശു തിരിഞ്ഞു എന്ന് ചോദിച്ചു, നിങ്ങൾ അപ്പത്തെക്കുറിച്ചാണോ ഈ സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞ എന്താ നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? പരീശന്മാരുടെ പുളിച്ച മാവിനെ സൂക്ഷിച്ചുകൊള്ളുവിനെന്ന് പറഞ്ഞത് നിങ്ങൾ അപ്പം എടുക്കാത്തത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഞാൻ പറയുന്നത് ഗ്രഹിക്കുന്നില്ലേ? യേശു ചോദിച്ച ചോദ്യ. കർത്താവ് കണ്ടതുപോലും ഇല്ല ഇവർ പുറകിൽ നിന്ന് പുറവിറുക്കുന്നേ. പക്ഷെ അവൻ തന്നിൽ തന്നെ അറിഞ്ഞു. കർത്താവിന്റെ പ്രത്യേകത കണ്ണടച്ചിരുന്നാലും കാര്യം മനസ്സിലാവൂ. ആ തരത്തിലുള്ളൊരു വരം സഭയിൽ ആക്റ്റീവ് ആകണം.
ആ തരത്തിലുള്ള ഒരു വരം സഭയിൽ ആക്റ്റീവ് ആകണം. നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് എന്തുവാ നിന്നെ കുറിച്ച് പറയുന്നതെന്ന് നിന്റെ ഹൃദയത്തിൽ ദൈവം വെളിപ്പെടുത്തി തരുന്നൊരു തലം. ഓ, യേശുവിന്റെ നാമത്തിൽ ഞാനത് സ്വീകരിക്കുന്നു. എത്ര പേരെന്ന് പറയും? ആമേൻ. നിന്റെ ചെവിയിൽ വന്ന് നിന്ന് പറയുന്ന ശബ്ദങ്ങളെ നീ തിരിച്ചറിയണം. മക്കളെ, നിങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും, നിങ്ങളോട് സംസാരിക്കുന്ന എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണോ? എനിക്ക് വിശ്വാസമില്ല. എന്നോട് സംസാരിക്കുന്ന എല്ലാവർക്കും എന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് എനിക്കൊരു വിശ്വാസമില്ല. കാരണം എനിക്കറിയാൻ പറ്റും, എനിക്ക് മനസ്സിലാവും, നമുക്കറിയാം. ഹല്ലേലൂയ. ചിലർക്ക് നിന്റെ ശുശ്രൂഷകളെ ആയിരിക്കും വേണ്ടത്, നിന്നെ വേണ്ട. ചിലർക്ക് നിന്റെ അഭിഷേകമായിരിക്കും വേണ്ടത്, നിന്നെ വേണ്ട. ചിലർക്ക് നിന്നിലെ വരങ്ങളായിരിക്കും വേണ്ടത്, നിന്നെ വേണ്ട. എടാ, അവർ നിന്റെ വരത്തെയാ സ്നേഹിക്കുന്നത്, നിന്റെ അഭിഷേകത്തെയാ സ്നേഹിക്കുന്നത്, നിന്റെ ശുശ്രൂഷയാ സ്നേഹിക്കുന്നത്. പക്ഷെ കർത്താവ് സ്നേഹിക്കുന്നത് നിന്നെയാ. അതാ ഈ ദീപു കൃഷ്ണയെ ഈ കർത്താവിനെ ഇത്ര ഭ്രാന്തമായിട്ട് സ്നേഹിക്കാൻ പ്രേരിപ്പിച്ചത്. എൻ്റെ വരങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്, എൻ്റെ അഭിഷേകത്തെ സ്നേഹിക്കുന്നവരുണ്ട്, എൻ്റെ ശുശ്രൂഷയെ സ്നേഹിക്കുന്നവരുണ്ട്. എന്നാൽ എന്നെ സ്നേഹിക്കുന്നവരെ എനിക്കറിയാം. എന്നെ സ്നേഹിക്കുന്നവർ വളരെ കുറവാണ്. എന്നാൽ എന്നെ ഏറ്റവും ആഴമായി സ്നേഹിക്കുന്നത് എൻ്റെ യേശുവാണ്. എത്ര പേർക്ക് അത് പറയാൻ പറ്റും? ചിലർക്ക് നിന്റെ തമാശ പറയുന്ന ആ ഒരു നിന്റെ അടുത്ത് വന്നിരുന്ന സമയം പോണതേ അറിയത്തേ ഇല്ല. അങ്ങനെയുള്ള സമയം കൊല്ലികളെ എടുത്ത് ആദ്യം പുറത്തു കളയണം. നിന്റെ അടുത്ത് വരുന്ന എന്തിനാ? സമയം പോകാൻ. അത് നീ ആവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി ജോക്ക് അടിക്കുമെന്ന്, വിഷമം മറക്കാൻ നിന്റെ അടുത്ത് വരുന്നതാ നല്ലതെന്ന്. ഹേ, ക്രിസ്തുവിനെ ചോദിച്ചു വരുന്നവനെ നീ ക്രിസ്തുവിനെ കൊടുക്കുക. എന്നാൽ നിന്റെ കോമഡി കേൾക്കാൻ വരുന്നവരെ നീ പുറത്തു നിർത്ത്. സ്തോത്രം. ചിലർ നമ്മുടെ കൂടെ കൂടുന്ന എന്തിനാ? നമ്മുടെ പേഴ്സിൽ ഇച്ചിരി കനമുള്ളത് കൊണ്ടാണ്. അവർ നിന്റെ കാശ് കണ്ടാ വരുന്നേ. ചിലർ വരുന്ന എന്തിനാ? നിന്റെ ബന്ധങ്ങൾ കണ്ടാ വരുന്നേ. അവർക്ക് കാര്യം സാധിക്കും. എന്നാൽ ഇതൊന്നും നോക്കാതെ എൻ്റെ പേഴ്സിൽ എത്ര ഉണ്ടെന്നോ, എനിക്ക് എത്ര എഡ്യൂക്കേഷൻ ഉണ്ടെന്നോ, എനിക്ക് എത്ര ബന്ധം ഉണ്ടെന്നോ, എനിക്ക് എത്ര അഭിഷേകം ഉണ്ടെന്നോ, ഞാൻ നാളെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുമോ എന്നോ പെടത്തില്ലെന്നോ, ഞാൻ നാളെ കർത്താവിനെ ഒറ്റുമോന്നോ തള്ളി പറഞ്ഞിട്ട് പോകുന്നു, ഒന്നും നോക്കാതെ എനിക്ക് വേണ്ടി യൗവനം കൊടുത്ത ഒരേ ഒരു സ്നേഹിതനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതെൻ്റെ കർത്താവായ യേശുവാണ്. ഹല്ലേലൂയ. അതെന്റെ യേശുവാണ്. സ്തോത്രം. ഇനിയും പ്രാർത്ഥനകൾക്ക് മറുപടിയൊക്കെ കിട്ടാനുണ്ടായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും പാസ്റ്റർ ഈ വിഷയത്തിന് ഇതുവരെ വിടുതലായി. നമ്മൾ എന്ത് പറഞ്ഞാലും അവരതൊന്നും കേൾക്കത്തില്ല. പാസ്റ്ററെ, പിന്നെ ഈ ഒരു വിഷയം കൂടെ ഉണ്ട്, പ്രാർത്ഥിക്കണം, ഈ ഒരു വിഷയം. എടാ, നീ ഒന്നിത് കേക്ക്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇനിയും കിട്ടാനുണ്ടായിരിക്കും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യം വെളിച്ചം പോലെ തെളിവാ. ഞാൻ ഈ പറഞ്ഞ കാര്യം വെളിച്ചം പോലെ തെളിവാ. നീ കർത്താവിനെ എത്രത്തോളം സ്നേഹിക്കുന്നു നോക്കിയിട്ടോ, നിങ്ങൾ സ്നേഹിക്കുമോന്നോ നാളെ വിട്ടേച്ചു പോകുമോന്നോ ഒന്നും നോക്കിയിട്ടല്ല. പക്ഷെ നല്ല പ്രായത്തിൽ നിങ്ങൾക്ക് വേണ്ടി ജീവനെ കൊടുത്ത ഒരൊറ്റ സ്നേഹിതനേ ഉള്ളൂ, അത് കർത്താവായ യേശുവാ. ഇത് വെളിച്ചം പോലെ തെളിവാ. അതിനപ്പുറം വേറെ ഒരു ശബ്ദം നിന്റെ കാതുകളിൽ എത്തരുത്. ഹല്ലേലൂയ. വേറൊരു ശബ്ദം നീ അക്സെപ്റ്റ് ചെയ്യരുത്. പ്രൈസ് ടു ജീസസ്. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു. ഇതൊരു പ്രവചന ശബ്ദമാണ്. അർത്ഥം എന്താ? ക്രിസ്തു പ്രകാശിക്കണോ, അല്ലെങ്കിൽ ദൈവം വരണോ, ദൈവം ഇടപെടണോ, ആദ്യം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കണം. പാസ്റ്ററെ, എനിക്ക് ഉറക്കം ഇല്ല പാസ്റ്ററെ, ഞാൻ രാത്രിയുടെ യാമങ്ങളിലൊക്കെ എഴുന്നേറ്റിരുന്ന് കരച്ചിലും ബഹളവും ഒപ്പാരി പറയലും ആ പാസ്റ്ററെ എന്ന് പറയുന്നവരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നീ ഉറങ്ങുന്നു എന്ന് പറയുന്നത് നിന്റെ കാതുകളിലും നിന്റെ മനസ്സിലും വന്ന് സാത്താൻ പറയുന്നു ഇനിയും നിനക്ക് രക്ഷയില്ല എന്ന്. ഇനിയും ദൈവശബ്ദത്തിന് വിരോധമായ ചിന്തകളും ശബ്ദങ്ങളും ആലോചനകളും വിശ്വാസങ്ങളുമാണ് ഒരു മനുഷ്യനെ ആത്മീയ ഉറക്കത്തിൽ പിടിച്ചിടുന്നത്.
അല്ലാതെ നമ്മൾ ലിറ്ററലി ഉറങ്ങുന്ന കാര്യത്തെക്കുറിച്ച് അല്ലത് പറയുന്നത്. എത്ര കേട്ടിട്ടും തെളിയുന്നില്ല തലയ്ക്കകത്ത്, എത്ര കേട്ടിട്ടും ഗ്രഹിക്കാൻ പറ്റുന്നില്ല, എത്ര കേട്ടിട്ടും അങ്ങോട്ട് തിരുത്താൻ പറ്റുന്നില്ല. ഈ ഒരവസ്ഥ, ഇത് ഉറക്കമാണ് സുഹൃത്തെ. അതൊന്ന് പ്രവചനം കേട്ടാൽ മാറുന്ന കാര്യങ്ങളല്ല. ഇപ്പൊ ഞാൻ നിങ്ങളുടെ തലയിൽ, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ തലയിൽ 3 കുടം വെള്ളം കൊണ്ടൊഴിച്ചാലും ഞാൻ എഴുന്നേക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തീരുമാനിച്ച എന്നെ ഇനി ആർക്കും എഴുന്നേക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ എഴുന്നേൽക്കാൻ തീരുമാനിച്ചാലേ നിങ്ങൾ ഒഴിക്കുന്ന വെള്ളത്തിനെങ്കിലും പ്രയോജനമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വെള്ളം കോരിയത് മിച്ചം, നഷ്ടം. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഞാനൊരു കാര്യം പറയട്ടെ, ഈ ആള് കൂടുന്നിടത്തല്ല, ആത്മാവുള്ളിടത്താ ഈ കാര്യമുള്ളത്. മനസ്സിലായോ? ആത്മാവുള്ളിടത്താണ് കാര്യമുള്ളത്. ഈ മരിച്ചവരുടെ ഇടയിൽ ചെന്നിരുന്നാൽ ജീവനുള്ള നീയും മരിക്കും, ജീവനുള്ള നീയും മരിക്കും. മരിച്ചവരുടെ ഇടയിൽ ചെന്നിരുന്നാൽ ഈ ചില ആൾക്കാരുണ്ട്, അടുത്ത് വന്നാൽ തന്നെ ഫുൾ നെഗറ്റീവാണ്. നീ അവരുടെ ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു പോസിറ്റിവിറ്റിയും കാണത്തില്ല. സ്തോത്രം, ഒരു പോസിറ്റിവിറ്റിയും കാണത്തില്ല. പക്ഷെ ചില ആൾക്കാരുണ്ട്, നമ്മൾ തകർന്ന് തരിപ്പണമായിട്ട് അവരുടെ അടുത്തേക്ക് ചെന്ന് ഒരു 10 മിനിറ്റ് വേണ്ട 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ തന്നെ നമുക്കൊരു 3 പാക്കറ്റ് ഗ്ലൂക്കോസ് കലക്കി കുടിച്ച ആ ഒരു എനർജി ആയിരിക്കും. കുറച്ച് ഓവറല്ലേ നമുക്ക് തന്നെ തോന്നിപ്പോവും. കുറച്ച് ഓവർ ആത്മവിശ്വാസം, കുറച്ച് ഓവറായിട്ടുള്ള വിശ്വാസം. ഇതിപ്പോൾ എവിടുന്ന് വന്നു നമുക്ക് ചിന്തിക്കും. അത് അവരുടെ മേൽ, അത് അവർ വഹിക്കുന്ന കാര്യമാണ്. അത് ചില വ്യക്തികളുമായിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഉള്ള കൃപയും കൂടെ പോകും. പക്ഷെ ചിലരുമായിട്ട് സംസാരിച്ചാലുണ്ടല്ലോ, കൃപ അങ്ങ് ജ്വലിക്കും. മരിച്ചവരുടെ ഇടയിൽ നിന്ന് നീ എഴുന്നേൽക്ക. നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങൾ ശോധന ചെയ്യണം. നിങ്ങളുടെ ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ ശോധന ചെയ്യണം. നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ ശോധന ചെയ്യണം. ഞാൻ ശരിയായ സ്ഥലത്താണോ ടൈം സ്പെൻഡ് ചെയ്യുന്നത്? ഞാൻ ശരിയായ കാര്യങ്ങൾക്കാണോ ഞാൻ എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്? നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ശോധന ചെയ്യണം. നിങ്ങളുടെ ഹൃദയം നിങ്ങൾ ശോധന ചെയ്യണം. മാനസാന്തരത്തെക്കുറിച്ച് നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ചിലർ ഇങ്ങനെ പറയാൻ വേണ്ടി ഞാനിപ്പോൾ എന്ത് കൊടുംപാപമാ ചെയ്ത്, എൻ്റെ പൊന്നമ്മച്ചി അങ്ങനെ പറയുന്നത് തന്നെ മഹാപാപമാണ്. ഞാനങ്ങനെ വലിയ പാപമൊന്നും ചെയ്തിട്ടൊന്നുമില്ല, കണ്ടില്ലേ, ഒരു പാപവും ഞാൻ ചെയ്തിട്ടൊന്നുമില്ല എന്ന് പറയുന്നത് തന്നെ മഹാപാപമാണ്. അങ്ങനെ പറയുന്നത് തന്നെ ഇരുട്ടിലിരിക്കുന്നവരാ. നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിരുന്ന കർത്താവിനോട് ചോദിക്കുമല്ലോ, പിതാവേ നിനക്ക് ഇഷ്ടഹിതമില്ലാത്ത ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, എന്നോട് പൊറുക്കണം, എനിക്കത് വെളിപ്പെടുത്തണം. ഞാൻ പറയുമല്ലോ, എനിക്ക് ഭയങ്കര പേടിയാണ്. കർത്താവാണെങ്കിൽ കട്ട് ആൻഡ് ത്രോ ആയിട്ട് നേരെ പറയുകയും ചെയ്യും. ഞാനുള്ള കാര്യമാണ് പറയുന്നത്. എനിക്ക് ഇച്ചിരി അല്ലാത്ത പേടി എനിക്കുണ്ട് ദൈവത്തെ. കാരണം അത്തരത്തിലുള്ള ചില അനുഭവം ഉണ്ടെന്ന് വെച്ചോ. സ്തോത്രം. നമുക്ക് എവിടെയും കളിക്കാം, നമുക്ക് ഏത് പാസ്റ്റർ വേണമെങ്കിലും പറ്റിക്കാം. പക്ഷേ പാസ്റ്ററിന് ഓർഡിനേഷൻ കൊടുത്ത ദൈവത്തെ പറ്റിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഏത് വിശ്വാസിയെ വേണമെങ്കിലും കണ്ണി പൊടിയിടാം. പക്ഷേ ആത്മാവിനെ കൊടുത്ത ദൈവത്തെ പറ്റിക്കാൻ പറ്റത്തില്ല. ഹൃദയം ശോധന ചെയ്യ്. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്. നമുക്ക് ചില ആൾക്കാരെ കുറിച്ച് നമുക്കിങ്ങനെ ചിന്തിക്കും, ഇവരുടെ ഈ അവസ്ഥ എന്താ, എന്തുകൊണ്ട് അവർക്കൊരു വിടുതൽ കിട്ടുന്നില്ല? ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യവും എനിക്കൊരു ഉത്തരം കിട്ടിയൊരു കാര്യം ഇതാണ്: ഏതു മനുഷ്യൻ്റെ ജീവിതത്തിലും ഉത്തരം കിട്ടാത്തതിൻ്റെ പിന്നിൽ ദൈവത്തിന് പറയാനുള്ള ന്യായമായ കാരണമുണ്ട്. പക്ഷെ അതൊരു മനുഷ്യരുടെ മുമ്പിൽ ഒരു മനുഷ്യൻ അങ്ങനെ തോന്നത്തില്ല. ഒരു മനുഷ്യൻ അവരെക്കുറിച്ച് അങ്ങനെ തോന്നത്തില്ല. അവർക്ക് പോലും ഒരുപക്ഷെ അവരെക്കുറിച്ച് അറിയത്തില്ല. പക്ഷേ ദൈവത്തിന് പറയാനുള്ള ന്യായമായ കാരണങ്ങളുണ്ടാകും. അതുകൊണ്ട് ദൈവ പൈതലേ, ഇന്ന് ഈ സന്ദേശത്തിൻ്റെ മുമ്പിൽ ഞാൻ ഉൾപ്പെടെ നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെ ഉള്ളവർ ദൈവസന്നിധിയിൽ വിട്ടുകൊടുത്തിട്ട് പറയണം, അപ്പാ എന്നെ ശോധന ചെയ്യണം. എൻ്റെ വിടുതലിൻ്റെ തടസ്സം എന്താ എന്നെ ഈ പുറകിലേക്ക് വലിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നേ? എൻ്റെ മുൻപിൽ നിൽക്കുന്ന വിഷയങ്ങൾ എന്നെ പുറകിലേക്ക് വലിക്കുന്നു എന്ന്
എന്നെ തെറ്റായി പഠിപ്പിക്കുന്നത് എന്താ? ഞാൻ ശാസിക്കേണ്ട കാര്യങ്ങൾ പോലും എനിക്ക് വെളിപ്പെടാതെ എന്നെ പുറകിലേക്ക് വലിക്കുന്നു എന്ന് ചിന്തിപ്പിക്കുന്ന ആ റോങ് ടീച്ചിങ് എന്താ? മുൻപിലാണ് പ്രശ്നങ്ങൾ നിൽക്കുന്നത്, ഞാൻ പറയുന്നു എന്നെ പിന്നിലോട്ട് വലിക്കുന്നു. ദൈവവചനം പറയുന്നത് മുൻപിൽ നിൽക്കുന്നെങ്കിൽ ശാസിക്കുക. പക്ഷെ മുൻപിൽ നിൽക്കുന്നു എന്ന് തോന്നാതെ എന്നെ പുറകിലേക്ക് വലിക്കുന്ന വിഷയങ്ങളാണെന്ന് എന്നെ കൺവിൻസ് ചെയ്യുന്ന സൈറ്റാനിക് ടീച്ചിങ് കൾച്ചർ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പൊട്ടിക്കാൻ പോകുകയാണ്. അങ്ങനെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കാൻ പോവുകയാണ്. അങ്ങനെ വിട്ടുകൊടുക്കുന്നവന്റെ ജീവിതത്തിൽ ഒരു ബോധം വരാൻ പോവുകയാണ്. അങ്ങനെ വിട്ടുകൊടുക്കുന്നവന്റെ ജീവിതത്തിൽ, അങ്ങനെ പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ അവൻ മരിച്ച അനുഭവത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. കമോൺ, എല്ലാ ദൈവമക്കളും വായി തുറന്ന് പ്രാർത്ഥിച്ച് എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഈ പ്രശ്നങ്ങൾ വർദ്ധിച്ചിട്ട് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ ആകുന്ന ഒരു കുടുംബം എന്നെ കാണുന്നു. ഈ പ്രശ്നങ്ങൾ വർദ്ധിച്ചിട്ട് എനിക്ക് ഇങ്ങനെയാണെങ്കിൽ ഭ്രാന്ത് പിടിക്കും എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നെ കാണുന്നുണ്ട്. നിങ്ങളെ ഒരു സൈക്കോ ആക്കി മാറ്റുന്ന, ഒരു സൈക്കോ സ്റ്റേജിലാക്കി മാറ്റുന്ന, നിങ്ങൾ ഒരു ആത്മഹത്യയുടെ വക്കിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആ സൈറ്റാനിക് സ്പിരിറ്റിനെ പരിശുദ്ധാത്മാവ് ഡീൽ ചെയ്യുകയാണ്. ആ കുടുംബം ഈ സെക്കൻഡിൽ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ കുടുംബം ഈ സമയം ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആത്മാവ് അവരെ ഇപ്പോൾ തന്നെ തൊടുകയാണ്. പരിശുദ്ധാത്മാവ് അവരെ ഈ സെക്കൻഡിൽ തൊടുകയാണ് യേശുവിന്റെ നാമത്തിൽ. എല്ലാ ദൈവജനവും ആ കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കണം. എല്ലാ ദൈവജനവും ആ കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ വ്യക്തമായി കാണുന്നു, ഞാൻ വ്യക്തമായി അറിയുന്നു, ഒരു സൈക്കോ സ്റ്റേജിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബുദ്ധി മണ്ഡലത്തെ, ബുദ്ധിയെ കെട്ടി ഒരു സൂയിസൈഡിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഏലീശ പ്രവാചകൻ വന്നപ്പോ എനിക്ക് ഒരു തുരുത്തി വെള്ളവും രണ്ടടയും കൂടെ കൊണ്ടുവന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ ഇവിടെ ഒന്നുമില്ല, പെറുക്കുന്ന വിറകും കൊണ്ട് രണ്ടപ്പം ഉണ്ടാക്കി ഞാനും എന്റെ പിള്ളേരും ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് ഏലിയ പ്രവാചകനോട് പറഞ്ഞപ്പോ, നീ പിന്നെ പോയി ആത്മഹത്യ ചെയ്തോ, തൽക്കാലം ഞാൻ പറഞ്ഞത് നീ ചെയ്തുകൊണ്ട് വാന്ന് പറഞ്ഞ പ്രവാചകൻ അവിടെ വന്നത് അവരെ ആത്മഹത്യക്ക് വിറ്റ്നസ് ആകാനല്ല, അവരെ പുതിയൊരു ലൈഫിലേക്ക് കൊണ്ടുവരാൻ ഒരു പ്രവാചകൻ എത്തിയതുപോലെ ഇന്ന് ഈ സന്ദേശം നിനക്കൊരു പുതിയ ജീവൻ തരാൻ, മരിച്ചവരുടെ ഇടയിൽ നിന്ന്, മരണത്തിന്റെ ചിന്തയിൽ നിന്ന് ജീവനിലേക്ക് നിന്നെ കൊണ്ടുവരാൻ പരിശുദ്ധാത്മാവായ ഒരു പ്രവാചക ശബ്ദം നിന്റെ കാതുകളെ തൊടുന്നു, നിന്റെ ജീവിതത്തെ തൊടുന്നു. ആ മരണത്തിന്റെ കെട്ടുകൾ ക്യാൻസൽ ചെയ്യുന്നു, ആ ഇരുട്ടിന്റെ ശക്തികളെ ക്യാൻസൽ ചെയ്യുന്നു, എല്ലാ ഇരുട്ടിന്റെ അധികാരങ്ങളെയും ക്യാൻസൽ ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. അത്ഭുതത്തിന്റെ തീ ഞങ്ങളായിരിക്കുന്ന കൂടാരങ്ങൾക്കകത്ത് കത്തട്ടെ. എല്ലാ എതിർ പ്രാർത്ഥനകളും ക്യാൻസൽ ചെയ്യുന്നു, എല്ലാ സ്പിരിച്വൽ അറ്റാക്കും ബ്രേക്ക് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. പ്രാർത്ഥിക്കുക. ആത്മാവ് അതിശക്തമായി ഇതിനകത്ത് മൂവ് ചെയ്യുകയാണ്. ഒരു ആത്മാവ് അതിശക്തമായി ഇതിനകത്ത് ഒരു അഗ്നി നദി ഒഴുകുകയാണ്. എനിക്ക് വ്യക്തമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു അഗ്നി നദി ഇതിനകത്ത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അഗ്നി നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. താല്പര്യമുള്ളവരെല്ലാം ഈ നദിക്കകത്ത് ഇറങ്ങുന്നത് നല്ലതാ. പൊള്ളത്തില്ലെന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ സകല തകർച്ചയുടെ സ്പിരിറ്റുകളെയും ബ്രേക്ക് ചെയ്യുന്നു. എല്ലാ പരാജയത്തിന്റെ സ്പിരിറ്റുകളെ ബ്രേക്ക് ചെയ്യുന്നു. അവിശ്വാസത്തിന്റെ സ്പിരിറ്റിനെ ബ്രേക്ക് ചെയ്യുന്നു. എതിർപ്പിന്റെ സ്പിരിറ്റിനെ ബ്രേക്ക് ചെയ്യുന്നു. റുഫ റെലമോ ശലേറ്റോ അർത്തോനസി അൽകമാശസി ഇൻ ദ നെയിം ഓഫ് ജീസസ്. പിതാവേ, ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട ഈ സന്ദേശം ഞങ്ങളുടെ ജീവിതത്തെ തൊട്ടതിനായി സ്തോത്രം. എന്നെ കാണുന്ന ഓരോ ജനത്തെയും ബ്ലസ് ചെയ്യണം. ആത്മാവിൻ്റെ അതിശക്തമായ ഒരു മൂവ് ഇതിനകത്ത് കർത്താവ് നൽകുന്നതിനായി സ്തോത്രം. ഈ സന്ദേശം ഞങ്ങളുടെ ജീവിതത്തെ നവീകരിച്ചതിനായി, ഈ വചനം ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി, അങ്ങ് ഞങ്ങളെ തൊട്ടതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഡാഡി, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ദൈവമേ, പൂർണ്ണമായ അങ്ങയുടെ സമക്ഷം വിട്ടുതരുന്ന ഏൽപ്പിക്കുന്നു. കുറവുകളെ വെളിപ്പെടുത്തി ആകേണ്ടതുപോലെയായി ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ, പ്രകാശിക്കുവാൻ എന്നെ തന്നെ ഞാൻ വിട്ടുതരുന്ന കർത്താവെ പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സ്വീകരിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.